ഇയാളോ? ഇയാളെന്താ ഇവിടെ? ഇയാളെ എനിക്കറിയില്ല, നിനക്കറിയാടാ? അത് ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. സാറ് ഇൻസ്പെക്ഷൻ വരുമ്പോ ആവശ്യമില്ലാത്തവർ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? വഴിപോക്കർ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? പ്ലീസ്, പൊതുവഴി അതാണ്, പൊതുവഴി അതാണ്, അതിലേ വെക്കുള്ളൂ. സാർ വലത്തുകാല് വെച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാർ വലത്തുകാല് വെച്ച്. ISI മാർക്ക് എവിടെ? സൂക്ഷിച്ചു നോക്ക് സാറേ, അപ്പൊ കാണും. സാർ ഇത് ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്ന ബെസ്റ്റ് സ്വിച്ചസ് ആണ് സാർ. ISI മാർക്ക് നിർബന്ധമാണ്. ഒന്ന് കൊടുത്തിട്ട് കണ്ണാടി എടുത്ത് കാണിച്ചു കൊടുക്കടാ, അപ്പൊ കാണും മാർക്ക്. ആ, അതൊക്കെ പോട്ടെ. കേബിൾസ് ഒക്കെ ഏതാ? ആർമിയുടെ അല്ലേ? അതെ സാർ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? നീ മിണ്ടരുത്. ലൈറ്റിനും മെഷീനും ഒക്കെ ഒരേ കണക്ഷനാണ്. അത് ഞാൻ ഇതിന്റെ അത് പാടില്ലെന്ന് അറിഞ്ഞുകൂടെ? ഇതേ സമ്മതിക്കില്ല. സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടുന്ന് പോവില്ല. ഇയാൾ ആരാ? സാർ ഒരു വഴിപോക്കനാണ്. അല്ല, ഞാൻ അവന്റെ ചേട്ടൻ. അതെന്റെ കുറ്റമല്ല സാർ. സോറി, ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. ഇയാളുടെ കാര്യത്തിലോ വയറിങ്ങിന്റെ കാര്യത്തിലോ? രണ്ടിലും. സാർ ഉടനെ ഇതൊക്കെ ചേഞ്ച് ചെയ്യണം. സാർ അത് ഞാൻ പ്ലീസ് ഒന്ന് പറയട്ടെ സാർ. അതായത് സാർ നിക്ക്. മര്യാദക്ക് പരിശോധിച്ച് ഒപ്പിടുന്നതാണ് നല്ലത്. ചുമ്മാ ചേട്ടാ. എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം ഉണ്ടാക്കുക ഇവരുടെ സ്ഥിരം പണി. വഴിന്ന് മാറണോ? ഇല്ലെങ്കിൽ നീ എന്നെ സസ്പെൻഡ് ചെയ്യടാ. ചേട്ടാ. ഒപ്പിടുற പട്ടി. എന്താ പറഞ്ഞേ? ഒപ്പിടുற പട്ടി. ചേട്ടാ. തെണ്ടി നായിന്റെ മോനെ. ചേട്ടാ. നിന്നെ എങ്ങനെയുണ്ട്? അവൻ പട്ടി അടി. കേശവൻകുട്ടി, വണ്ടി എടുക്കടാ. വേഗം എടുക്കടാ വണ്ടി. വേഗം എടുക്ക. സാറേ, നിന്നെ വേറൊരു കാര്യം പറയാനാ. നീ ഫാക്ടറി തുടങ്ങിയില്ലെങ്കിൽ എനിക്കൊരു പുല്ലുമില്ലടാ. നീ പോടാ പട്ടി. കള്ളുടിയാ. കള്ളൂടിയ നിന്റെ അച്ഛൻ. പോടാ. ഒറ്റയടിക്ക് അവന്റെ വായേന്ന് മുലപ്പാല് വരുന്നത് നീ കണ്ട? ഞാൻ അയാളുടെ വായിലോട്ട് നോക്കിയില്ല. പിന്നെ നീ എവിടെ നോക്കിയിരിക്കായിരുന്നു? ഡാസ് ചെയ്തു. നീ കണ്ട? ഡാസ് ചെയ്തു. കൊല്ലണോ എന്നെ? എന്നിട്ട് എന്റെ ശവം ചുട്ടുകരിച്ച് താൻ കഴിക്കുന്ന ചാരായത്തി കലക്കി കുടിക്കണോ? നീ എന്നെ എടാന്ന് വിളിച്ചു അല്ലേടാ? കാണിച്ച തെണ്ടിത്തരത്തിന് തന്നെ അതല്ല വിളിക്കേണ്ടത്. എന്റെ നെഞ്ചത്ത് കയറി ചവിട്ടിയിട്ടല്ല കണ്ടവനോടുള്ള പക തീർക്കേണ്ടത്. എന്റെ ചോറി മണ്ണ് വാരിയിടാൻ ഞാൻ തന്നോട് എന്ത് തെറ്റാ ചെയ്തത്? ഒരടി കൊടുത്ത അവൻ ഒപ്പിടുന്നു കരുതി ഓടൂന്ന് വിചാരിച്ചില്ലേ? ഇനിയിപ്പോ നമുക്ക് ഈ ബിസ്ക്കറ്റ് കമ്പനി നിർത്തി വല്ല മീൻ കച്ചവടത്തിനും പോകാൻ മുതലാളി. പിടിക്കടോ അമീശക്കാരനെ. എന്താ അളിയ കാര്യം? ഇലക്ട്രിസിറ്റി ബോർഡിലെ എഞ്ചിനീയറെ വധിക്കാൻ ശ്രമിച്ചു എന്ന് അയാളുടെ പേര് ഒരു കംപ്ലൈന്റ് ഉണ്ട്. വധിക്കാനൊന്നും ശ്രമിച്ചില്ല. തല്ലിയില്ലേ? തല്ലി. അപ്പോൾ അയാൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ കൊല്ലിയില്ലായിരുന്നോ? അതിനെയാണ് വധശ്രമം എന്ന് പറയുന്നത്. എന്ത് അളിയത്? കാക്കീട്ടാ പിന്നെ അളിയനും ഇല്ല അച്ഛനും ഇല്ല. അയാളെവിടെ? ഇതൊക്കെ ഒരു വിരട്ട് മാത്രമാണ്, ശമ്പളം വാങ്ങിക്കണ്ടേ? നമ്മുടെ പഴയ എഞ്ചിനീയർ ഇല്ലേ അയാള്? ആക്ച്വലി എന്താണ് ഉണ്ടായത്? എടാ സുഗത, നീ അവനെ പോലീസുകാരെ കൊണ്ട് തല്ലിച്ചോ? അങ്ങനെ വേണ്ടി വന്നില്ല. കുറുപ്പ് സാർ പോലീസുകാരെ ഒന്നടങ്കം തെറി വിളിച്ചു. അവര് കയറി ഒന്ന് മേഞ്ഞു. അതിനിടയിൽ കൂടെ ഞങ്ങൾ തമ്മിലുള്ള കണക്കും തീർത്തോന്ന് എനിക്കൊരു സംശയം. എടാ ദ്രോഹി, അവൻ ഒന്നുമില്ലെങ്കിൽ നിന്റെ അളിയനില്ല. അത് ഈ മുരിക്കും പറ്റില്ല തിണ്ണേല്. കേസ് ഇവിടെ നിൽക്കുന്ന ലക്ഷണമില്ല. കൊലപാതക ശ്രമമാണ്. ആ എഞ്ചിനീയറെ വിളിച്ചു വരുത്തി വാടക കൊണ്ടേ കൊണ്ട് കൊല്ലിക്കാൻ ശ്രമിച്ചതിന് നിന്റെ പേരിലുണ്ട് കേസ്. ഞാൻ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെ ഞാൻ വിടാം. പക്ഷെ മിനിമം 6 വർഷം അവൻ അകത്ത് കിടക്കും. അത് കണ്ടിട്ട് വേണം എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. സുഗത, വീട്ടിലെ വൈരാഗ്യം പുറത്ത് കാണിക്കരുത്. അത് പറഞ്ഞു തീർക്കാവുന്നതല്ലേ ഉള്ളൂ. സത്യവിരുദ്ധമായി ഞാൻ ഒന്നും ഇതുവരെ ചെയ്ത് ശീലിച്ചിട്ടില്ല അമ്മവ. താൻ ആരാ? ഹരിചന്ദ്രൻ അല്ല, ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപടർ. താൻ വലിയ വർത്തമാനൊന്നും പറയണ്ട. ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് ഞങ്ങൾ തീർത്തോളാം. വിദേശ ശക്തി ഇടപെടേണ്ട കാര്യമില്ല. എടി രേണു, നീ എന്ത് പൂരം കാണാനാ നിൽക്കുന്നത്? മനുഷ്യന്റെ വിശക്തി വല്ല നക്കാൻ വിളമ്പി എടി. അളിയന്റെ പോടാ. എടി കുറച്ച് വെള്ളം തിളപ്പിക്കേ. കൈക്കൊക്കെ വല്ലാത്ത കഴപ്പം, ചൂട് പിടിക്കണം. ഈ കൈ കൊണ്ടുവന്നോ ഒത്തിരി പണിഞ്ഞതാ. എന്താ സംഗതി? വെറുതെ വഷളാക്കരുത്. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു കുടുംബമല്ലേ? ആ വിചാരം എല്ലാവർക്കും ഉണ്ടാവണം. മറ്റൊന്നും വേണ്ട, ജാമ്യം. കൊലപാതകത്തിന് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ച മാരകായുധം കണ്ടെടുക്കാതെ ജാമ്യം കിട്ടില്ല. അങ്ങനെ ഒന്നുമില്ലല്ലോ.
തെളിവ് ഞങ്ങൾ ഉണ്ടാക്കുവളിയാ, നീ പോ. ഉപദ്രവിക്കരുത്. ഒന്നിങ്ങി വന്നേ, ഇനി വന്നേ. അത് അളിയനും എന്നുള്ളത് നമുക്ക് വിടാം. മറ്റൊന്നും വിചാരിക്കരുത്. അളിയന് പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. സംഗതി എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി തീർക്കണം. ഇപ്പൊ എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ. 600 രൂപ കാണും. അതും നിനക്ക് ഡൗട്ടാ? 600 രൂപ നാണമില്ലല്ലോടാ നിനക്ക്? നാണവും മാനവും ഒക്കെ വിറ്റതിന്റെ ബാക്കിയാ. എനിക്ക് നിന്റെ ഈ നക്കാപ്പിച്ചൊന്നും വേണ്ട. ഇങ്ങനെ വല്ലതും ചെയ്യാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ വീടിന്റെ ഈ ഭാവം എഴുതി തരാൻ പറ. അളിയ അത് ആശയ്ക്കുള്ളതല്ലേ? വീണ്ടും നീ പഴയ പല്ലവി എന്നെ കൊണ്ട് പാടിക്കണ്ട. ഞാൻ പറയാനുള്ള പറഞ്ഞു സൗകര്യം ഉണ്ടേ ചെയ്, ഇല്ലേ അകത്ത് കിടക്കട്ടെ. വെള്ളം തിളച്ചോടി. അല്ല, ഇവിടെ എന്തൊക്കെയോ പറയുന്ന കേട്ടല്ലോ. ഈ വീട് മോക്കുള്ളതാണെന്നോ കല്യാണത്തിന് മുമ്പേ എഴുതി കൊടുത്തേക്കാമെന്നോ. അതിനെന്താ? അയ്യെന്താ മാങ്ങാ തൊലി. ഇത് താവഴി സ്വത്താണല്ലോ. അങ്ങനെ വരുമ്പോ രേണുകയ്ക്കും രാജേഷിനും ഈ വീട്ടിന് അവകാശമുണ്ട്. രാജേഷ് മൈനറാണ്, ഒപ്പ് വേണ്ട. രേണുകയുടെ ഒപ്പ് വാങ്ങിച്ചു ആവോ? മനസ്സിലായില്ലേ? രേണുക എന്ന് പറഞ്ഞ എന്റെ ഭാര്യ, അമ്മാവന്റെ മോള്. ദോ മഞ്ഞ സാരി. അത് ഇടദ്ദേഹം നമ്മളെല്ലാരും കൂടെ ആശയുടെ പേരിലും കൂടെ എഴുതി വച്ചാ മതിയല്ലോ. അതത്ര എളുപ്പത്തിൽ നടപ്പുള്ള കാര്യമാണോ? സുഗത, ഓ, രേണുകയുടെ കല്യാണത്തിന് ഇച്ചിരി സ്വർണവും പണവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല, അറിയാലോ. ഓ, ധ്വനി മനസ്സിലായി. എടാ ചെറ്റേ, സ്ത്രീധനമായിട്ട് നിനക്ക് ഞാൻ അന്നേ സ്വർണവും പണവും ഒക്കെ തന്നതല്ലേ, പിന്നെ ഇപ്പൊ എന്തിനാടാ കടം ചെലക്കുന്നത് എന്നല്ലേ അമ്മ ഉദ്ദേശിച്ച്? പൊട്ടന്റെ മുമ്പിൽ ശങ്കൂതണമാരി ഞാൻ ഈ കാര്യം പറയാൻ തുടങ്ങിയത് വർഷം കുറയായി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം 12 ആയി. അന്ന് മുതൽ ഇന്ന് വരെ എന്റെ ഭാര്യയ്ക്ക് മോനും കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട്. ഈ ചാവടി അതിന് ചുറ്റും അവരുടെ പേരിൽ എഴുതി വെച്ചാലേ കല്യാണം നടക്കൂ. അല്ലാതെ നടത്താൻ ഞങ്ങൾക്കറിയാം. നിനക്ക് കാണണോടാ? ഒന്നും കൂടെ മാറിയേക്ക്. എല്ലാവർക്കും ഉള്ളത് അന്നേ ചേട്ടൻ ഭാഗം ചെയ്ത് വച്ചിട്ടുണ്ട്. വടക്കേ പറമ്പ് നിനക്കാ. പറമ്പെന്തിന്? എനിക്കും ഫാമിലിക്കും ദൂരാണ്. ഞങ്ങൾക്ക് ചാവടി തന്നെ വേണം. സ്വന്തം നാട്ടിന് സ്ഥലം മാറ്റം വാങ്ങി പെട്ടിയും പ്രമാണമായിട്ട് നാണമില്ലാതെ ഭാര്യ വീട്ടിൽ വന്ന് പൊറുക്കാൻ തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞതാ ഇത് കോടാലിയാവുന്നു. പള്ള നിറച്ച് കള്ളും കുടിച്ച് തെമ്മാടിത്തരവും കാണിച്ച് അനിയന്റെ ആസനം താങ്ങി നടക്കുന്ന നിന്നേക്കാൾ അന്തസ്സുണ്ടടാ എനിക്ക്. ആ വഴി പ്രകാരമുള്ള കിട്ടിയേ തീരൂ. താ വഴി പ്രകാരമാണോ തന്ത വഴി പ്രകാരമാണോ ഞങ്ങൾ തീരുമാനിച്ചോളൂ. നിനക്ക് സ്വന്തമായി തീരുമാനിക്കാനല്ല നാട്ടിൽ കോടതിയും പോലീസും ഒക്കെ ഉള്ളത്. എന്നാ നീ കോടതി പോയി മേടിക്കുന്ന തെണ്ടി. ഞാൻ സുഗതനാണെങ്കിൽ വാങ്ങിക്കോടാ അച്ഛൻ. ഞങ്ങളുടെ വീടും തരാതെ ഈ കല്യാണം നടത്താൻ തീരുമാനിച്ചാൽ ഇവിടെ ചോരക്കളവായി. ആ ചോര നിന്റേതായിരിക്കടാ. എന്താ ഇവിടെ? സുഗതനെ നശിപ്പിക്കാൻ ഈ മഹാഭാവി ഗൂഢോത്രം ചെയ്ത് കുഴിച്ചിട്ടു. കുട്ടികൾ മണ്ണുവാരി കളിച്ചപ്പോ കുഴിച്ചിട്ട ചെമ്പോടെ കിട്ടി. ശത്രുവിനെ നിഗ്രഹിക്കാനുള്ള ശക്തി നാം ഈ തേങ്ങയിലേക്ക് ആവാഹിച്ചിരിക്കുകയാണ്. തൊട്ടു പ്രാർത്ഥിച്ചോളൂ. തേങ്ങയിൽ തൊട്ട് പ്രാർത്ഥിച്ചോളൂ. എന്നെ കൂടോത്രം ചെയ്ത് നശിപ്പിക്കാൻ ശ്രമിച്ച ആ നായിന്റെ മോന്റെ തലമണ്ട പിളർന്ന് ചാവണേ. പൂജാകർമ്മ വേളയിൽ അസഭ്യം പുലമ്പരുത്. എന്നാ മഹാന്റെ ശിരസ് പിളർന്ന് അന്തരിക്കണേ. എന്താ വല്യേട്ട ഇത്? വല്യേട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? അവനിനി മിണ്ടൂല. അവനിനി ജീവിതത്തിൽ ആരോടും മിണ്ടൂല. ഈ പൂജ സുനാമണി കഴിഞ്ഞ് തേങ്ങ നിലത്തെറിഞ്ഞുടയ്ക്കുമ്പോ ഇവന്റെ തല പൊട്ടിത്തെറിക്കും. തലയും തലച്ചോറും തൂത്തുവാരി കഴുകാൻ സോപ്പും വെള്ളവും ചൂലും കരുതി വെച്ചോ അവൻ പറഞ്ഞാരെ. കൂടോത്രം ചെയ്തവൻ ഈ പരിപാടി കഴിയുമ്പോ വിവരം അറിയുമെന്നാണ് ചേർക്കോണ സ്വാമി പറയുന്നത്. പറ സ്വാമി, പറ പറ സ്വാമി പറഞ്ഞോ. പ്രജ്ഞസ്വച്ഛമന പരാക്രമ ഗുണാൻ വൈരിക്ഷയ പ്രത്യർത്ഥി. കേട്ടോ, ആക്രമിക്കാൻ വന്നവൻ ക്ഷയരോഗം വന്ന് കൊരച്ചു ചാവുമെന്ന്. ഇപ്പൊ പറഞ്ഞോ ഏതവനാ ചെയ്തെന്ന്. സത്യം തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം. എടാ, ചേർക്കോണം സ്വാമിയോട് വാശി വേണ്ട. നീ അങ്ങോട്ട് സമ്മതിച്ചേക്ക്. വെറുതെ ഭാര്യയും കുഞ്ഞുങ്ങളെ അനാഥരാക്കണേ എന്തിനാ?
നിങ്ങൾ അങ്ങ് സമ്മതിച്ചേക്ക്. നീ സമ്മതിക്കണ്ടടാ. സമ്മതിച്ചാ നിന്റെ തല പൊട്ടിത്തെറിക്കുന്ന കാണാൻ എനിക്ക് പറ്റില്ല. ഭഗവാനെ, സൂര്യാദിഗ്രഹങ്ങൾ ബീജത്തിലും രാഹുകേതുക്കളാകുന്ന അനിഷ്ടഭാവനാഥന്മാരോടും കൂടി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതെ, അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് എന്നെ നശിപ്പിക്കാൻ, എന്നെ കുളം തോട്ടാൻ. പക്ഷെ നടക്കില്ല. അതിനു മുമ്പേ പൂച്ചു പുറത്തായി. വേദമന്ത്രധ്വനികളുടെ ഊർജം ഈ തേങ്ങയിലേക്ക് ആവാഹിക്കപ്പെട്ടു കഴിഞ്ഞു. പരീക്ഷണം മതിയാക്കൂ. ദുഷ്കർമ്മി മറവിലേക്ക് പുറത്തു വരൂ. തേങ്ങ ഉടക്കി സ്വാമി. സത്യം തുറന്നു പറയൂ. ആരാണ് ഈ കുടം കുടിച്ചിട്ടത്? തേങ്ങ ഉടക്കി സ്വാമി. അവന്റെ തല കുടുംബം അനാഥമാക്കല്ലേ സ്വാമി. അരുത്. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതുകൂടി. അന്തസ്സായി തെറ്റു തുറന്നു പറയൂ. നാം വെറുതെ വിടാം. വെറുതെ വിടാൻ പറ്റില്ല. മന്ത്രവാദി ചതിക്കല്ലേ. ഈ തേങ്ങയും തലയും അണ്ടകടാഹങ്ങളും ഞെട്ടിച്ചുകൊണ്ട് പൊട്ടിച്ചു തുറന്നു മുമ്പ് ഉണ്മ തുറന്നു പറഞ്ഞോളൂ. ഇനിയും ക്ഷമിക്കാനാവില്ല. പൊട്ടിക്കണോ? എങ്കിൽ അനുഭവിച്ചു. ഞാൻ ദാ പൊട്ടിക്കാൻ പോകുന്നു. ഇപ്പൊ പൊട്ടിക്കും. ദാ അടുത്ത നിമിഷം പൊട്ടാൻ പോകുന്നു. ഇപ്പൊ പൊട്ടും. ഇപ്പൊ പൊട്ടും. അടുത്ത നിമിഷം പൊട്ടിച്ചു പൊട്ടുന്നു. തനിക്ക് പൊട്ടിക്കാമെങ്കിൽ ഞാൻ പൊട്ടിക്കാവിടോ. അയ്യോ, എല്ലാവരും ഒന്ന് നോക്കിയേ. എനിക്കിപ്പോ തലയുണ്ടോന്ന്. ആരുടെ തലയാടാ പൊട്ടിത്തെറിച്ച്? തന്റെ അപ്പൂപ്പന്റെയോ? താനെന്തിനാണോ എന്റെ തേങ്ങ മേടിച്ചുടച്ചത്? ബ്ലഡി ഫൂൾ. തേങ്ങ ആരോടക്കല്ലാത്താടാ? എന്നാ പിന്നെ തനിക്കോടെ തേങ്ങ മേടിച്ച് മുടച്ച പോരായിരുന്നോ? എന്നെ എന്തിനാണോ വിളിച്ചത്? നിർത്ത്. നിങ്ങൾ തമ്മിൽ തലതല്ലി പൊളിക്കണ്ട. ഞാനൊരു സത്യം പറയട്ടെടാ പട്ടി. ആരാണ് ഇവിടെ കുഴിച്ചിട്ടതെന്ന് അറിയോ? ഞാൻ പറയാം. കേക്കണോ കാർന്നോരെ? കേക്കണോടാ? ഞാൻ പറയാം. ഞാൻ തുറന്നു പറയാം. ഞാനാ ഇതിവിടെ കുഴിച്ചിട്ടത്. ഓടോ. ഇത് മാത്രല്ല, ഇതുപോലുള്ള മാരക മന്ത്ര തകിടുകൾ ഈ വീടിന്റെ പല ഭാഗത്തും ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ എത്ര വലിയ മന്ത്രവാദി വന്നാലും ഒന്നും നടക്കില്ല. 5 പ്രാവശ്യം നീയോ നിന്റെ കുടുംബമോ അതിനെ മറികടന്നാൽ ദേഹമാസകലം പുണ്ണ് പിടിച്ച് പഴുത്ത് പുഴുത്ത് ദ്രവിച്ചിട്ടാവും. കൂടോത്രം ചെയ്തവരെ ശിക്ഷിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിൽ വകുപ്പിലിട പുല്ലേ. അയ്യോ ചേട്ടാ.